ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പം അവധിയായിട്ടും ഇന്ന് എഴുന്നേറ്റ് കുറച്ച് നേരത്തെ പോയി നേരെ റെഡി ആയി നമുക്കൊന്ന് പുറത്തോട്ട് പോകാം. ഒരു പരിപാടിയുണ്ട്. പരിപാടി എന്താണെന്ന് നോക്കുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം എന്തായാലും നമുക്ക് ഇതാ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കിയിട്ട് പോകാം. ഈയിടെയായിട്ട് എപ്പോഴും മഴ പെയ്യുന്നതുകൊണ്ട് വണ്ടി എപ്പോഴും തുടക്കേണ്ട അവസ്ഥയിലാണ്. നമുക്കൊന്ന് വെച്ചിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് അപ്പുറത്തേക്ക് പോയി കടകളിൽ ചെന്നിട്ട് ചായ കുടിക്കാം. ചായ കുടിക്കാൻ വന്ന സ്ഥലത്ത് കിടക്കുന്ന മുതലിനെ കണ്ട മെഴ്സിഡസ് ബെൻസ്. എനിക്കാണെങ്കിൽ ഈ മെഴ്സിഡസ് ബെൻസിൻ്റെ ഈ കൂപ്പി ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ആ കാറും കണ്ടുവന്ന് ചായ കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അടുത്ത മഴ. ഈ മഴയ്ക്ക് എന്നെ അവിടെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ കയറി ഇരിപ്പായി. അങ്ങനെയുള്ള ചെറിയ ചെറിയ മഴയൊക്കെ തന്നെ നമ്മളിതാ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതാണ് സ്ഥലം, വർക്ക്ഷോപ്പ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഇതൊരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്സ് ആൻഡ് കാർസൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഗ്യാരേജാണ്. ഇതിനു മുന്നേ ഒരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഓർത്ത്. പക്ഷേ അന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു മൈൻഡൊന്നുമില്ല. പിന്നെ വണ്ടികളൊക്കെ കണ്ടുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ കഴിച്ചു. ഇന്നും അതുപോലെ തന്നെ വന്നു. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. സോ ഇന്നും നമ്മുടെ ആഗ്രഹം നടന്നില്ല. നമ്മൾ നിരാശനായി തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലാത്ത വിഷമത്തിൽ നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നു. നൈസായിട്ട് പണിക്ക് പോകാമെന്ന് വെച്ചു. അവിടെ നിന്ന് വന്ന് ഞാനത് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത എന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓർഡർ അടിച്ചു. ഇത് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ഓർഡറാണ് ഗൈസ്. എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ആദ്യത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എന്താ കാണുന്നത് ഇദ്ദേഹത്തെയാണ്. ആർക്കെല്ലാം അറിയോ ആരാ അദ്ദേഹം എന്ന്? അടുത്ത ഓർഡർ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കാണുന്നതാണ് ഇന്നത്തെ ഇവന്മാരെ. രാവിലത്തെ പരിപാടി കുറച്ച് വിഷമമായെങ്കിലും ഇവന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് പോയി. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇവന്മാരെ നോക്കി വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ച്